പരീക്ഷാ ക്രമക്കേടിൽ സർക്കാരിനും PSC നേതൃത്വത്തിനുമെതിരെ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാത്ത സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്ന് യുവമോർച്ച വ്യക്തമാക്കുന്നു. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും പിരിച്ചുവിടൽ ആവശ്യപ്പെട്ട് ഇന്ന് PSC ആസ്ഥാനത്ത് യുവമോർച്ച രാപ്പകൽ സമരം ആരംഭിക്കുവാൻ പോവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, എപ്പോഴാണ് യുവമോർച്ചയുടെ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്? ആരാണ് ഈ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുക? കാരണം ഈ വിഷയം ടേക്കപ്പ് ചെയ്ത ഏക യുവജന സംഘടന കേരളത്തിൽ ഭാരതീയ ജനതാ യുവമോർച്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം സംസ്ഥാന വ്യാപകമായി അവർ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രാപ്പകൽ സമരം എപ്പോഴാണ് തുടങ്ങുക? ഗൗതം, ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് യുവമോർച്ചയുടെ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. PSC ആസ്ഥാനത്തിന് മുൻപിൽ വെച്ചാണ് പ്രതിഷേധം നടക്കുക. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം യുവമോർച്ച മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ PSC വിഷയത്തിൽ പ്രതിഷേധം നടത്തിയത്. അതിൽ അന്ന് തന്നെ ഈ പ്രതിഷേധ സമയത്ത് തന്നെ പല രീതിയിൽ വിവിധ ജില്ലകളിലായിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് മുന്നിലായിക്കോട്ടെ, നേരത്തെ PSC ഓഫീസിന് മുന്നിലേക്കായിക്കോട്ടെ, ഇവിടെയെല്ലാം സമരങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സമരം ശക്തമാക്കാനുള്ള നീക്കം യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നത്. ശക്തമായ പ്രതിഷേധം, ഇനിയും കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാപ്പകൽ സമരവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച എത്തിയിരിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കളടക്കം അവിടേക്ക് എത്തും, പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുമെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ഇത് നിലവിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാക്കുന്ന നിലപാടിലേക്ക് തന്നെയാണ് യുവമോർച്ച കടക്കുന്നത്. കാരണം PSC അംഗങ്ങളും ചെയർമാനും രാജിവെക്കണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്നൊരു നിലപാടാണ് ഇപ്പോൾ യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ, അതായത് പരീക്ഷ ക്രമക്കേടായിക്കോട്ടെ, മറ്റ് ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ട്. 100-ലധികം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത് ഈ ഒറ്റ പരാതിയിൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. ബാക്കിയുള്ള പരാതികളൊന്നും അന്വേഷണമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നിട്ടും ഈ VD സതീശൻ്റെ സർക്കാർ ഈ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ചെയർമാനെയും സംരക്ഷിക്കുന്നൊരു നിലപാട് തുടരുകയാണ്. യാതൊരുവിധ അന്വേഷണവും ചെയർമാനിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ യുവമോർച്ച വ്യക്തമാണ്. പ്രശാന്ത്, എന്തായാലും വൈകിട്ട് 3 മണിക്ക് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രതിഷേധ രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. PSC ആസ്ഥാനത്തിന് മുന്നിലാണ് സമരം നടക്കുക. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.